എനിക്ക് എൻ്റെ സുഹൃത്തിനോട് ആ സങ്കടമുള്ളൊരു കാര്യം പറയേണ്ടി വന്നു. എനിക്ക് എൻ്റെ സുഹൃത്തിനോട് ആ കാര്യം പറയേണ്ടി വരും. എനിക്ക് എൻ്റെ സുഹൃത്തിനോട് ആ കാര്യം പറയണം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക? ഇതിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു ഒക്കെ പഠിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് സെന്റൻസുകൾ നോക്കാം. അപ്പൊ ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ല എങ്കിൽ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ലെസൺ 43 ആണെന്ന് തോന്നുന്നു, നിങ്ങളത് പഠിക്കുക, നോക്ക്. അപ്പോൾ എനിക്ക് അവനോട് ആ ബാഡ് ന്യൂസ് പറയേണ്ടി വന്നു. അത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? അപ്പൊ പറയേണ്ടി വന്നു എന്നാണ്. ആരുടെയെങ്കിലും ഒക്കെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങനെയായിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് പറയേണ്ടി വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? I had to tell my friend the bad news. ആ ബാഡ് ന്യൂസ് എൻ്റെ സുഹൃത്തിനോട് എനിക്ക് പറയേണ്ടി വന്നു. I had to tell, പറയേണ്ടി വന്നു എൻ്റെ സുഹൃത്തിനോട്. അപ്പൊ ഇനി അത് നമ്മൾ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യമായിരുന്നില്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് പറയേണ്ടി വന്നതാണ്. ഇനി എനിക്ക് പറയുകയാണ്, എനിക്ക് എൻ്റെ സുഹൃത്തിനോട് അത് പറയണം, പറയാതിരിക്കാൻ പറ്റത്തില്ല, പറയേണ്ടതുണ്ട്. കാരണം ആ സുഹൃത്ത് അത് അറിഞ്ഞാൽ മാത്രമേ അതിന്റെ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് പറയേണ്ടതുണ്ട്. അവനെ കണ്ടെങ്കിൽ ഞാനത് പറയേണ്ട ഒരു കാര്യമാണ്, പറയണം. അപ്പൊ എങ്ങനെ പറയുക? I have to tell my friend the bad news. എന്താ? പറയേണ്ടതുണ്ട്. I have to tell. കാരണം ഞാൻ പറഞ്ഞാൽ മാത്രമേ അവന് അതിന്റെ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ I have to tell my friend. ഫ്രണ്ടിനോട് പറയണം അല്ലെങ്കിൽ പറയേണ്ടതുണ്ട്. ഇനി ഞാൻ പറയാണ്, എൻ്റെ ഫ്രണ്ടിനോട് അത് പറയേണ്ടി വരും. ആ സങ്കടമുള്ള കാര്യം, ആ ബാഡ് ന്യൂസ് ഫ്രണ്ടിനോട് ഞാൻ പറയേണ്ടി വരും. അതെന്താണെങ്കിലും പറയേണ്ടി വരും. കാരണം ഫ്യൂച്ചറിൽ അങ്ങനെയാണ്, അത് പറയാതെ പറ്റത്തില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? I will have to tell. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. I will have to. അപ്പൊ നമ്മൾ ഇതിനകത്ത് നിന്ന് പഠിച്ചത് എന്താണ്? had to, have to, will have to. ഒന്ന് will has to ഇല്ല, will have to തന്നെ. പിന്നെ has to ഉണ്ട്, have to ഉണ്ട്. അപ്പൊ എന്താണ്? പ്രസന്റ് ടെൻസിൽ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? has to, have to. പാസ്റ്റിലാണെങ്കിലോ had to. ഇനി അത് ഫ്യൂച്ചറിലാണെങ്കിലോ will have to. അല്ലെ? അപ്പൊ ഇനി ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, I had to tell. I had to കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം, have to കഴിഞ്ഞാൽ has to കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം, will have to കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം. കാരണം to കഴിഞ്ഞാൽ നമുക്ക് വേർബ് ഫസ്റ്റ് ഫോമിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഈ സെന്റൻസുകളെ നമുക്കൊന്ന് നെഗറ്റീവ് ആക്കി നോക്കേണ്ടേ? ഒരേ സെന്റൻസുകളാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. എനിക്ക് എൻ്റെ സുഹൃത്തിനോട് ആ ബാഡ് ന്യൂസ് പറയേണ്ടി വന്നില്ല. അത് ഏത് ടെൻസ് ആണ്? പറയേണ്ടി വന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെ, ആ സാഹചര്യം നമ്മൾ അതിജീവിച്ചു, സർവൈവ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ സുഹൃത്തിനോട് പറയേണ്ടി വന്നില്ല. അപ്പൊ എങ്ങനെ പറയേണ്ടത്? പറയേണ്ടി വന്നു എന്ന് പറയാൻ ഹാഡ് ടു ആണ് നമ്മൾ ചോദിച്ചത്. പറയേണ്ടി വന്നില്ല എന്നുള്ളത് പാസ്റ്റ് ആണ്, പക്ഷെ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? I didn't have to അല്ലെങ്കിൽ I didn't have to. didn't had to അല്ല, didn't have to tell my friend. പറയേണ്ടി വന്നില്ല. നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? didn't have to. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, didn't had അല്ലേ ഉപയോഗിക്കേണ്ടതെന്ന്. അല്ല, didn't have to tell my friend ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി ഞാൻ പറയാണ്, ഞാൻ എൻ്റെ സുഹൃത്തിനോട് ആ ഒരു സങ്കടകരമായ വാർത്ത, ആ കാര്യം പറയേണ്ടതില്ല. എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇപ്പൊ ഞാനത് അവനോട് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ അത് അവനോട് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവനോട് പറയേണ്ടതില്ല. നമുക്ക് എങ്ങനെ പറയാം? I don't have to tell my friend. I don't have to. എന്താ നമ്മൾ ഉപയോഗിച്ചത്? I don't have to tell my friend. അപ്പൊ നമ്മൾ പറയേണ്ട, പ്രസന്റിൽ അത് പറയേണ്ടതില്ല അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡോൺ ഹാവും. ഷീ ആണെങ്കിലോ ഡസിൻ ഹാവും, അല്ലാണ്ട് ഡസിൻ ഹാസ് അല്ല.
ക്ലിയർ ആയിട്ട് വരുന്നുണ്ടല്ലോ. നമ്മൾ ഫ്യൂച്ചർ പറഞ്ഞു അല്ലേ? ഫ്യൂച്ചർ എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ഐ വിൽ ഹാവ് ടു ടെൽ മൈ ഫ്രണ്ട്. ഫ്രണ്ടിനോട് പറയേണ്ടി വരും, ഫ്യൂച്ചറിൽ പറയേണ്ടി വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി ഫ്രണ്ടിനോട് പറയേണ്ടി വരില്ല, എനിക്ക് എൻ്റെ കൂട്ടുകാരനോട് ആ കാര്യം സംസാരിക്കേണ്ടി വരില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല നമ്മൾ പറയില്ലേ? വരില്ല എന്ന് പറയണമെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി എനിക്ക് വരില്ല അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണം? ഐ വിൽ നോട്ട് ഹാവ് ടു പറഞ്ഞാൽ മതി. അതായത് ഐ വോണ്ട് ഹാവ് ടു ടെൽ മൈ ഫ്രണ്ട്. ചെയ്യേണ്ടി വരില്ല, ഐ വോണ്ട് ഹാവ് ടു. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം? നിങ്ങൾ ഈ വിൽ ഹാവ് എന്ന് കേൾക്കുമ്പോൾ ഹി ആണോ ഷീ ആണോ ഇറ്റ് ആണെങ്കിൽ വിൽ ഹാസ് ഇല്ല. എല്ലാ സബ്ജക്റ്റിന്റെ കൂടിയും വിൽ ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും, കളിക്കേണ്ടി വരും എന്നൊരർത്ഥത്തിൽ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഹാസ് ടുവും ഹാവ് ടു. ഹാസ് ടു ഹാവ് ടു ഏതാണ്? സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും അല്ലെ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഹീ ഷീറ്റ് ഒക്കെ ആണെങ്കിൽ ഹാസ് ടു, മറ്റേതാണെങ്കിൽ ഹാവ് ടുമാണ് നമ്മൾ ചേർക്കുന്നത്. അതായത് പറയേണ്ടതുണ്ട്, പ്രസന്റ് ടെൻസിൽ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയും. ഇനി അതിന്റെ നെഗറ്റീവ് ആണെങ്കിലോ ഡോൺ ഹാവും ഡസിന്റെ ഹാവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഡസിന്റെ ഹാസ് ഉണ്ടോ? ഹാസ് ഇല്ല. ഇതൊക്കെ ഞാൻ കുറെ വട്ടം പറഞ്ഞു തന്ന കാര്യമാണ്. ഇനി ഹാഡ് ടു ആണെങ്കിൽ പാസ്റ്റിൽ പറയേണ്ടി വന്നു. അപ്പൊ ഡിഡിൻ ഹാവ് ടു, ഡിഡിൻ ഹാഡ് ടു അല്ല, ഡിഡിൻ ഹാവ് ടു എന്ന് പറഞ്ഞാൽ പറയേണ്ടി വന്നില്ല എന്നാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചെറിയൊരു കാര്യമാണ്, പക്ഷെ ഇത് നമുക്ക് എപ്പോഴും പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്ന് ഒരു സെന്റൻസ് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് എനിക്ക് അവിടെ വരാൻ കഴിയില്ല, കാരണം എനിക്ക് ഓഫീസിൽ പോകണം. ഓഫീസിൽ പോകേണ്ടതുണ്ട്, കാര്യം ഇന്ന് എനിക്ക് അവിടെ വരാൻ കഴിയില്ല. അതെന്താണ്? ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും അവിടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും മറ്റേ ആളോട്. അപ്പൊ രാവിലെ ഏറ്റപ്പോഴാണ് നമ്മൾ ഓഫീസിൽ നിന്ന് വിളിക്കണത് ഇന്ന് വരണം എന്ന്. അപ്പൊ നമ്മൾ അവർക്ക് മെസ്സേജ് ചെയ്യാണ്, ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല കേട്ടോ, കാരണം എനിക്ക് ഓഫീസിൽ പോകണം. ആക്ച്വലി ഇന്ന് എനിക്ക് ഓഫീസ് ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു, പക്ഷെ ഓഫീസിൽ നിന്ന് വിളിച്ചത് കൊണ്ട് എനിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാ? ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല. ഐ കാൺ കം ദയർ. ഇന്ന് എനിക്ക് അവിടെ വരാൻ കഴിയില്ല. ബിക്കോസ്, കാരണം എന്താണ്? എനിക്ക് ഇന്ന് ഓഫീസിൽ പോകണം, ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഓഫീസിൽ പോകേണ്ടതുണ്ട്. സോ ഐ ഹാവ് ടു ഗോ ടു ദ ഓഫീസ്. ഇന്ന് എനിക്ക് അവിടെ വരാൻ കഴിയില്ല നമ്മൾ എങ്ങനെ പറയുന്നത്? ഐ കാൺ കം ദയർ. ഐ കാൺ കേം ഇല്ല, ക്യാൻ ഒരു ഓക്സിലറി ആണ്. ഐ കനോട്ട് കം ദയർ ബിക്കോസ് ഐ ഹാവ് ടു ഗോ ടു ദ ഓഫീസ്. എനിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. ഇനി വേറൊരു സെന്റൻസ് ആണെങ്കിൽ, എനിക്ക് ഇന്ന് അവിടെ എനിക്ക് ഇന്നലെ അവിടെ വരാൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ പോകേണ്ടി വന്നു. അങ്ങനെയാണെങ്കിലോ കാണ്ട് എന്തായി മാറും? കുഡ് നോട്ട് ആയി മാറും അല്ലെ? ഹാവ് ടു എന്തായി മാറും? ഹാഡ് ടു ആയിട്ട് മാറും, കാരണം അത് പാസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സെന്റൻസുകളൊക്കെ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ ക്ലാസ് കേട്ട് നിങ്ങളിങ്ങനെ അവസാനിപ്പിക്കില്ല. നിങ്ങൾക്ക് ഗ്രാമറൊക്കെ നന്നായി അറിയാമെന്നേ ആവുള്ളൂ. സംസാരിക്കണമെങ്കിൽ ഞാൻ എന്നും ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സംസാരിച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.